ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കാം. ഈ ഒരു മുട്ടക്കറിയിലോട്ട് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് തയ്യാറാക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുട്ടക്കറി വയ്ക്കുന്നതിനായിട്ട് ആദ്യമേ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് 4 മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നതിനായിട്ടുള്ള മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 4 വറ്റൽമുളക്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 5 ഗ്രാമ്പൂ, 2 കറുവാപ്പട്ട, 1/2 ജാതിപത്രി, 2 തക്കോലം, 3 ഏലക്കായുടെ കുരു, ഇതെല്ലാം കൂടി ചൂടായിട്ടിരിക്കുന്ന ഒരു പാനിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു 1.5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ ഇത് റോസ്റ്റായി കിട്ടും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മുട്ട വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ 1 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷമാണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലൊക്കെ മുട്ട പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ 1 വിസിൽ മാത്രം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അടുപ്പിച്ചെടുക്കുക, അത്രയും മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. തണുക്കുന്നതിന് വേണ്ടി വെച്ചിരുന്ന സ്പൈസസ് ഒക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനിതിപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് നമ്മളിത് വറക്കുന്ന സമയത്ത് പാനിലോട്ട് ചേർത്ത് ചൂടാക്കി എടുത്താലും മതി. ഇനി മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുരുമുളക് പൊടി ഈ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ 3 സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചതുരത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവോള ചേർത്തതിന് ശേഷം ഇത് വഴറ്റിയെടുക്കുകയല്ല, ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്നതിനായിട്ട് സവോള വറുത്തെടുക്കുമല്ലോ, അത്രയും വറുത്തെടുക്കുന്നില്ല, എങ്കിലും ഏകദേശം അത്രയൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. സവോള വറുത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടക്കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് സവോള വഴറ്റുന്നതിന് പകരം വറുത്ത് ചേർക്കാമെന്ന് പറഞ്ഞത്. സവോള ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മുരിച്ചെടുത്താൽ മതിയാവും. അല്ലാതെ നമ്മൾ ബിരിയാണിയിലോട്ട് ചേർക്കുന്ന പോലെ അത്രയും ക്രിസ്പി ആയിട്ടൊന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചൊന്ന് ചേർക്കുവാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. തക്കാളി സവോളയൊക്കെ കൂടെ ചെറുതായിട്ടൊന്ന് ഗ്രേവി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറഞ്ഞല്ല ഇരിക്കുന്നതെങ്കിൽ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം ഒരു 1 മിനിറ്റോളം തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മസാലക്കൂട്ടിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാനൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്.
അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തീയൊക്കെ കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം ചേർക്കുവാണ്. അതൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഞാനിതിലോട്ട് ചേർക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം ഈ മസാലയൊക്കെ ഇതിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡോളം ഒന്ന് മൂടി വെച്ച് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം 30 സെക്കൻഡ് കൂടുതലൊന്നും ഇത് മൂടി വെക്കരുത്. കാരണം മുട്ടയായതുകൊണ്ട് തന്നെ ഇത് വെന്തുടഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരല്പം നേരം കൂടി നമുക്കിത് ഇതുപോലൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ മസാലയുടെ ടേസ്റ്റ് എല്ലാം മുട്ടയുടെ നമ്മൾ വരഞ്ഞിട്ടാണല്ലോ മുട്ട ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ടും പിടിച്ചോളും. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ പല തരത്തിലുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മസാല ആയതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി അവർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. നിങ്ങൾ തയ്യാറാക്കിയതിന് ശേഷം ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിനടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു പുത്തൻ വീഡിയോയുമായിട്ട് നമുക്കുടൻ തന്നെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.